ഹലോ, അലി അരിമ്രാസ് ഡെന്റൽ ക്ലിനിക് മേലാറ്റൂർ. ഇവിടെ ഞാൻ ഡിസ്കഷൻ ചെയ്യാൻ പോകുന്നത് ഒരിക്കലും ഞങ്ങളെ സബ്ജക്റ്റിനോട് ബന്ധമില്ലാത്ത കാര്യങ്ങളാണ്. കാരണം എല്ലാ സമയത്തും ഞങ്ങളെ സബ്ജക്റ്റ് പറയുകയാണെങ്കിൽ യു വിൽ ബിക്കം ബോർഡ്. അതുകൊണ്ടാണ് സബ്ജക്റ്റ് മാറ്റി മാറ്റി പറയുന്നത്. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ബിസിനസ്സും ഫാമിലി ലൈഫും തമ്മിലുള്ള ബന്ധം എന്താണ്. ഇവിടെ ഔട്ട്ലുക്കിന്റെ പ്രശ്നമാണ്. നിങ്ങൾക്കറിയാം, ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ അഭിമുഖീകരിക്കുന്ന വലിയൊരു പ്രശ്നമാണ്. വി ആർ ഹൈലി എഡ്യൂക്കേറ്റഡ് ആൻഡ് വി വിൽ 100 ഇൻ എഡ്യൂക്കേഷൻ ബട്ട് വി വിൽ 0 ഇൻ ഫാമിലി ലൈഫ്. ആം ഐ റൈറ്റ്? ഉദാഹരണത്തിന്, വാട്ട് ഈസ് ദ എയിം ഓഫ് ബിസിനസ്? ബിസിനസിന്റെ എയിം എന്താണ്? ഉദ്ദേശം എന്താണ്? ദാറ്റ് ഈസ് റവന്യൂ ആൻഡ് പ്രോഫിറ്റ്. ഇതാണ് ബിസിനസിന്റെ ആകത്തുക. പ്രോഫിറ്റ് ഉണ്ടാക്കുക, റവന്യൂ ഉണ്ടാക്കുക, മെയിൻറ്റൈനിങ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, സാമൂഹിക ബാധ്യത നിലനിർത്തിക്കൊണ്ട് പ്രോഫിറ്റും റവന്യൂ ഉണ്ടാക്കുക എന്നതാണ് ബിസിനസിന്റെ താല്പര്യമെങ്കിൽ, റിലേഷൻഷിപ്പ് ആൻഡ് റെസ്പോൺസിബിലിറ്റി, നമ്മുടെ ഉത്തരവാദിത്തങ്ങളും ബന്ധങ്ങളും നിലനിർത്തുക, അതുവഴി സമൂഹത്തിന് ജോയ് ആൻഡ് സാറ്റിസ്ഫാക്ഷൻ, അതുകൊണ്ട് അടുത്ത ജനറേഷൻസിന്റെ ഒരു ബിൽഡർ ആവുക എന്നുള്ളതാണ് ഫാമിലിയുടെ ഇമ്പോർട്ടൻസ്. അപ്പോൾ ഇവിടെ ഒരു കോൺട്രാ ഇൻഡിക്കേഷൻസ് വരുന്നു. അത് മെൻഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. ഇപ്പോൾ റിലേഷൻഷിപ്പും റെസ്പോൺസിബിലിറ്റിക്കും പകരം നമ്മൾ ഫാമിലി ലൈഫ് റവന്യൂവിനും പ്രോഫിറ്റും നമ്മൾ പ്രാധാന്യം കൊടുക്കുമ്പോൾ ഇറ്റ് ബിക്കം കൊളാപ്സ്ഡ്. അതേപോലെ തന്നെ പ്രോഫിറ്റിനും റവന്യൂവിനും ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് ജോയ്, സാറ്റിസ്ഫാക്ഷനും സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയും സോഷ്യൽ ബിൽഡപ്പും, അതായത് റെസ്പോൺസിബിലിറ്റിയും റിലേഷൻഷിപ്പും മെയിൻ ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ ഫാമിലി ലൈഫ് ഈസ് എ ഫാമിലി ലൈഫ്, ബിസിനസ് ഈസ് എ ബിസിനസ് ലൈഫ്. നമ്മളൊരിക്കലും ബിസിനസ് ഫാമിലിയിൽ എക്സ്പെക്ട് ചെയ്യരുത് എന്ന് മാത്രമല്ല, ഫാമിലിയിൽ ഒരിക്കലും നമ്മൾ ബിസിനസ്സും എക്സ്പെക്ട് ചെയ്യരുത്. ഇത് രണ്ടും കോൺട്രാഡിക്കേഷനാണ്, രണ്ടും ക്ലാഷ് ചെയ്യും. അൾട്ടിമേറ്റ്ലി ബിസിനസ് ആണെങ്കിൽ ബിസിനസ് ഫെയിലിയർ ആവും, ഫാമിലി ആണെങ്കിൽ ഫാമിലി ഫെയിലിയർ വരും. Okay, thank you. I'm Dr. Ali, aliarimbrasdentalclinic.com, Ali Arimbra's website, Ali Arimbra's Facebook, Instagram, and Shorts. Thank you.